അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജേർണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയമെന്നും ഇതിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ ഒറ്റ പുസ്തകമാണ്. ഇതിൽ ഇത്രയും ഉണ്ടോ ശരിയില്ല, ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം ഇതിനകത്താണ്. പുസ്തകത്തെ പറ്റി തന്നെ പുസ്തകത്തിലൊരു കാര്യം തന്നെയാണ് ഇന്ന് പറയുന്നത്. സന്തോഷത്തിലേക്കുള്ള താക്കോലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജേർണി ടു ഹാപ്പിനെസ് എടുത്തവർക്ക് എല്ലാവരും ദ ഗോൾഡൻ 5 ടൂൾസ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മള് 5 ടൂൾസുകളെ പറ്റിയിട്ട് എപ്പോഴും പറയാറില്ല. 5 ടൂൾസുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം എത്താൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയുന്ന പരമപ്രധാനമായിട്ടുള്ള ഈ 3 കാര്യങ്ങളെയാണ്. ഈ 3 കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാൻ ഒരു ചെലവുമില്ല, നിത്യജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട്. ആ ഒറ്റ കാര്യത്തിലൂടെ 3 കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം അനായാസമായി മാറുന്നതായിരിക്കും. മാറുമെന്ന് മാത്രമല്ല, ആൻഡ് ദ എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ്, നിങ്ങൾക്ക് വേണ്ട സന്തോഷത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, അറിയുക, അനുഭവിക്കുക. സന്തോഷം എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട സാധനമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതേ അല്ല. അത് ഒരാൾക്ക് ഉണ്ടാകുന്നത് എന്ത് വാക്കിൽ പറഞ്ഞാലും മറ്റൊരാൾക്ക് അറിയിക്കാൻ പറ്റില്ല. സന്തോഷം എന്ന് പറയുന്നത് അനുഭവമാണ്. ഇതെങ്ങനെ അനുഭവിക്കും? നമ്മളുടെ അകത്ത് നിന്നും പുറത്തോട്ട് വരേണ്ട സാധനമാണ് സന്തോഷം. നമുക്കെല്ലാം പുറത്തുനിന്ന് അകത്തോട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് അകത്ത് നിന്ന് വരണം. അപ്പൊ മാറ്റം, സന്തോഷിക്കണമെങ്കിൽ മാറ്റം എവിടെ ഉണ്ടാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. സന്തോഷിക്കണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ മാറ്റം എവിടെയാണ് വരേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ സന്തോഷവാനാവണമെങ്കിൽ എന്റെ ഭർത്താവ് എന്നോട് നന്നായിട്ട് പെരുമാറണം, ഭാര്യ നന്നായിട്ട് പെരുമാറണം, മക്കൾ നല്ല രീതിയിൽ സംസാരിക്കണം, എന്നാ ഭയങ്കര സന്തോഷം. എങ്കിൽ ആകുമോ? ആവില്ല എന്ന് 100% അറിയുക. ഓഫീസിൽ നിന്ന് എല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ സന്തോഷം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നിന്ന് വരേണ്ടതാണ്. അപ്പോൾ മാറ്റം എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ അകത്ത്. നമ്മുടെ അകത്ത് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുറത്തു പോയി ചേഞ്ച് ചെയ്താൽ നടക്കുമോ? മാറ്റം നമ്മളിലാണ്, മറ്റുള്ളവരിലല്ല. അവർക്ക് എന്ത് നൽകിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് അത് തെറ്റാണ്, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ അകത്ത് മാറ്റമുണ്ടാക്കുക എന്നത് മാത്രമാണ് പ്രധാനമായ വിഷയം. അതിന് ലളിതവും ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തവരെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുമുണ്ട്. ഇവിടെ എല്ലാം കേട്ടതും അത് തന്നെയാണ്. അതൊന്നുകൂടി എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെത്ര വട്ടം പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓരോ തവണ കേൾക്കുമ്പോഴും ചെയ്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും, ചെയ്തിട്ട് ഗുണം കിട്ടിയവരും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും, ചെയ്യാത്തവർ, ഇതറിയാത്തവർ ചെയ്യുന്നുമില്ല, അറിയുന്നവർക്ക് ചെയ്യാൻ സമയവുമില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റത്തിന് വേണ്ടി തയ്യാറാണെങ്കിൽ, അകത്തെ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നമുക്കിത് കൃത്യമായി മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സന്തോഷം ഉണ്ടാവണോ നിങ്ങൾക്ക്? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന സാധനം, ക്ഷമ ശീലിക്കുക, വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക. ഇങ്ങനെ ഏത് വാക്കാണ് വേണമെങ്കിൽ ഉപയോഗിച്ചു. അപ്പൊ പറയും, അയാൾ എന്നെ കുറെ ഉപദ്രവിച്ചതാണ്, അവരെന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ പുറത്തു കൊടുക്കാനോ? നടക്കൂല. വളരെ ലളിതവും ബട്ട് ചെയ്യാൻ മനുഷ്യൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോട് പോയിട്ട് എന്നോട് പൊറുക്കണേ, വിളിക്കണേ, എന്നൊരു കാല് പിടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ചെയ്യുകയും പാടില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. അവരെ കണ്ടോ? സന്തോഷം. അവരെ കണ്ടില്ലേ? നോ പ്രോബ്ലം. മിണ്ടിയോ? സന്തോഷം. മിണ്ടിയില്ലേ? സന്തോഷം. എന്താ കുഴപ്പം? അൺകണ്ടീഷണൽ ആയിരിക്കണം. അവർക്ക് വേണോ എപ്പോ വേണമെങ്കിലും വിളിക്കാം, വേണ്ടേ വിളിക്കണ്ട, എന്താ കുഴപ്പം? പിന്നെ അവൻ വിളിച്ചില്ല എന്നുള്ള പരാതി നമുക്ക് പാടില്ല, അല്ലെങ്കിൽ അവൻ മിണ്ടിയില്ല എന്നുള്ള പരാതി നമുക്കാണുള്ളത്. അതുകൊണ്ട് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുക എന്നാണ്. അതിനങ്ങ് വിട്ടേക്കുക സംഭവത്തെ, നമുക്കത് വിഷയമേ അല്ല. അപ്പോ പറഞ്ഞു വന്നത് ഫൊർഗീവ്നെസ് പറ്റിയിട്ടാണ്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നതെല്ലാം ശുദ്ധജലപ്രവാഹമായിരിക്കും. കൃത്യമായി ലഭിക്കുന്ന ഓരോ വഴിയിലൂടെ കടന്നു പോകുമ്പോഴേക്കും അത് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് മാപ്പ് നൽകുക എന്നത്
വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നീരസവും പ്രതികാര ചിന്തയും ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് മാപ്പ് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം. നീരസം, ഞാൻ ജെനിറ്റീവ് ഹാപ്പിനെസിന്റെ പുസ്തകം തന്നെയാണ്, മനസ്സൊരു വിഷയം പുസ്തകം തന്നെയാണ് വായിക്കുന്നത്. നീരസവും പ്രതികാര ചിന്തയും രണ്ടും കണക്ട് ആയല്ലോ ഞാൻ പറഞ്ഞു വന്നപ്പോ തന്നെ. ഇവിടെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് മാപ്പ് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നതോ വ്രണപ്പെടുത്തിയതോ ആയ ഒരു കാര്യം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായേക്കാം, സ്വാഭാവികമാണ്. ആ കാര്യം നിരന്തരം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം ഇറക്കി വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. കഴിഞ്ഞതോ കഴിഞ്ഞുപോയി, പിന്നെ ആ ഭാരം എന്തിനാണ് എന്ന് നമ്മൾ ചുമക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മാപ്പ് നൽകേണ്ടത് എന്ന് ഒന്ന്. ഇനി എങ്ങനെയാണ് മാപ്പ് നൽകേണ്ടത്? അംഗീകരിക്കുക. എന്തിനെ? മുറിവേറ്റതിനെ അംഗീകരിക്കുക. നമുക്ക് മുറിവേറ്റു, ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, സംഭവിച്ചു, അത് മാത്രമേ വഴിയുള്ളൂ. സംഭവിച്ചതല്ലേ, സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം 100% സംഭവിച്ചു, അംഗീകരിക്കുക. നെക്സ്റ്റോ, പരിഗണിക്കുക. എന്താണ്? ആ വേദന നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് മനസ്സിലാക്കുക. അത് വേദനിച്ചു, ഇതെങ്ങനെയാണ് എന്നെ ബാധിച്ചത്, ഏതൊക്കെ തരത്തിൽ എന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അംഗീകരിക്കുക. അങ്ങനെ സംഭവിച്ചു എന്ന് അംഗീകരിക്കുക. നിങ്ങൾക്ക് ഭൂതകാലത്തെ മാറ്റാൻ കഴിയുകയില്ല. ഇത് മുറിവേറ്റത് അംഗീകരിച്ചു, ഇത് എന്നെ ബാധിച്ചു എന്നും മനസ്സിലായി. ഇത് രണ്ടും അംഗീകരിക്കുക. കാരണം ഭൂതകാലത്തിൽ നടന്ന കാര്യമാണ്, മാറ്റാൻ പറ്റില്ല, വേറെ ഒന്നും രക്ഷയില്ല. നാലാമത്തെ കാര്യം, അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണത്തെ പറ്റി മനസ്സിലാക്കുക. എന്തുകൊണ്ട് അങ്ങനെ അവിടെ സംഭവിച്ചു മനസ്സിലാക്കുക. തിരുത്താനുള്ളതാണെങ്കിൽ തുടർ ജീവിതത്തിൽ തിരുത്തുക. ആകയാൽ അതൊരു അപമാനമല്ലെന്നും പഠനമാണെന്നും അംഗീകരിക്കുക. കാരണം നമുക്ക് തിരുത്താനുള്ളതാണെങ്കിൽ ഇതെന്റെ കയ്യിൽ തെറ്റ് പറ്റിയതാണ്, അല്ലെങ്കിൽ അവരെന്നോട് തെറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും നമുക്കുള്ള പഠനമാണ്. എന്താണ്? അവർ എന്നോട് അങ്ങനെ ചെയ്തതെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവരെ പോലുള്ളവരോട് ഇങ്ങനെ പെരുമാറരുത്, അല്ലെങ്കിൽ അവരെ പോലുള്ളവർ അടുക്കരുത്, അവരോട് അകലം പാലിക്കണം. അല്ല, എന്റെ ഭാഗത്താണ് തെറ്റ് പറ്റിയെങ്കിൽ തുടർ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ എന്റെ കയ്യിൽ നിന്ന് വരാതെ ഞാൻ സൂക്ഷിക്കണം. എന്തായാലും നമ്മുടെ കയ്യിലല്ലല്ലോ തെറ്റുണ്ടാവുക, നമ്മൾ തെറ്റ് ചെയ്യുന്നവരല്ലല്ലോ, പൂർണ്ണവരാണ്, നമ്മൾ പൂർണ്ണരാണ്, മറ്റുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സഹവാസം ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കാനുള്ള കാരണത്തെ പറ്റി പഠിക്കുക. തിരുത്താനുള്ളതാണെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്, തുടർ ജീവിതത്തിൽ തിരുത്തുക. ആകയാൽ അതൊരു പഠനമാണ് എന്ന് മനസ്സിലായി. അപമാനമാണ് നമുക്ക് അതുകൊണ്ടല്ലേ ഈ പൊറുക്കാൻ പറ്റാത്തത്. പഠനമാണെങ്കിലോ ഇറ്റ്സ് എ ലിസൺ. വളരെ കൃത്യം. ഇനി അഞ്ചാമത്തെ കാര്യം, നിർണയിക്കുക. എന്താണ് നിർണയിക്കുക? അതിനോട് പൊറുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ഭൗതിക ഗുണങ്ങളെ പറ്റി ചിന്തിക്കുക, മാപ്പ് നൽകുക. ഇത് എനിക്ക് ഗുണമുള്ള കാര്യമാണല്ലോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമുള്ള കാര്യമായി മാറിയല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഗുണമുള്ള കാര്യം, എനിക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. മറ്റൊന്നും അവിടെ വേണ്ട, മറ്റെല്ലാ കാര്യத்தைയും വിട്ടേളുക. അപ്പോൾ ഇത് ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഞാൻ പറയുന്ന വാക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് എസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ചില പ്രതികാരങ്ങൾ നല്ലതാണ്. എത്ര പേര് എസ് എന്ന് പറയുന്നു? ചില പ്രതികാരങ്ങൾ നല്ലതാണ്. അടുത്ത വരി കൂടി പറയാം. ചില പ്രതികാരങ്ങൾ നല്ലതാണ്, അത് നമ്മെ പരിവർത്തനത്തിന് സഹായിക്കുമെങ്കിൽ മാത്രം. പ്രതികാരം എങ്ങോട്ടാണ്? എന്നെ മാറ്റാനാണ്. ഞാൻ പ്രതികാരം, എന്നോടാണ് പ്രതികാരം വിട്ടേണ്ടത്, പുറത്തോട്ടല്ല. പ്രതികാരങ്ങൾ നല്ലതാണ്, എന്നെ പരിവർത്തനത്തിന് മാറ്റാനായിട്ട്. നമുക്ക് നമ്മളെ മാറ്റാൻ. യെസ്, അവരെന്നോട് അങ്ങനെ ചെയ്തു, അപ്പോൾ ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറും. എനിക്ക് മാറ്റമുണ്ടാക്കി ഞാൻ കാണിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ കളിയാക്കിയവരോട് എന്റെ മധുര പ്രതികാരമാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിരിക്കണം. ഇത്തരം പ്രതികാരങ്ങൾ നല്ലതാണ്. അത് പ്രതികാരം എന്നല്ല, വാക്കവിടെ ഉപയോഗിച്ചെന്നുള്ളൂ. അത് നമ്മൾ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അവര് നമ്മളെ പുറത്താക്കിയോ, അവര് നമ്മളെ വേദനിപ്പിച്ചോ, നമ്മൾ തിരിച്ചു വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവര് നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എന്ത് വ്യത്യാസമാണ്?
തിരിച്ചവരെ സ്നേഹിക്കാൻ ഫുൾ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നിറച്ചു വെക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മളെ വേദനിപ്പിച്ചവരെ മനസ്സ് കൊണ്ട് അവരെടുത്ത് പോകണ്ട, പോവാതിരിക്കുക, എന്ത് വേണം ചെയ്തോ. മനസ്സ് നിറച്ച് സ്നേഹിക്കാൻ പറ്റുകയുണ്ടല്ലോ, അതിനേക്കാളും വലിയ പ്രതികാരം മറ്റൊന്നുമില്ല. അവൻ അലിഞ്ഞില്ലാതെയായി പോകും. ജീവിതത്തിൽ കുറ്റബോധം കൊണ്ട് അവൻ നീറിപ്പോകും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ചെയ്ത് കാണിക്കണം. അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്.